മഞ്ചേശ്വരം മേഖലയിലെ മലയോര ഹൈവേയിൽ വ്യാപക മണ്ണിടിച്ചിൽ. ഇനിയും പലയിടങ്ങളിലായി ഇതേ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മഴയുള്ള നേരങ്ങളിൽ ആദിയോടെയും ഭീതിയോടെയുമാണ് ഇതുവഴി യാത്രക്കാർ കടന്നുപോകുന്നത്. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. വൊർക്കാടി, പൈവളികെ, പുത്തികെ ഗ്രാമപഞ്ചായത്തുകളിലെ റോഡുകളിലാണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. നന്താരപ്പദവ് തിരുവനന്തപുരം മലയോര ഹൈവേയിൽ വൊർക്കാടി പുരുഷൻകോടിയിലെ വിവിധയിടങ്ങൾ, ചേവാർ, എടപ്പടമ്പ് റീച്ചിൽ, കളായി, അങ്കടിമുഗർ, ബാഡൂർ, ഓണിബാഗിൽ എന്നിവിടങ്ങളിലും മറ്റു പൊതുമരാമത്ത് ഗ്രാമീണ റോഡരികിലുമാണ് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ പാറക്കല്ലും മണ്ണും മരങ്ങളുമെല്ലാം തൂങ്ങി നിൽക്കുന്നത്. ഇതിൽ അങ്കടിമുഗർ, പുരുഷൻകോടി എന്നിവിടങ്ങളിലെ സ്ഥിതിയാണ് അതീവ ഗുരുതരം. വരും ദിവസങ്ങളിൽ മഴ തിമിർത്തു പെയ്താൽ എന്തും സംഭവിക്കുമെന്ന അവസ്ഥയാണിവിടെ. പ്രദേശത്ത് കഴിഞ്ഞ വർഷവും വ്യാപകമായ രീതിയിൽ മണ്ണിടിഞ്ഞിരുന്നു. റോഡ് നിർമ്മാണത്തിന് വേണ്ടി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് ഇവിടെയും കുന്നിടിച്ചിലിന് കാരണം. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിൽ കൃത്യമായ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും മണ്ണിടിച്ചിലിന് കാരണമാകുന്നുണ്ട്. ഈ റോഡിൽ ഒരു ദിവസങ്ങളിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ്. നമ്മുടെ മഞ്ചേശ്വരം തൊട്ട് ബൺട്രോളായി അല്ലെങ്കിൽ ബീച്ച് റോഡായി ബാംഗ്ലൂർ വരെ പോയി മുട്ടുന്ന ഒരു ഹൈവേ ആണ് ഇത്. ഇത്രയും വലിയൊരു ഹൈവേയിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ദിനദിനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നും ഇതിൽ മുന്നിൽ നീങ്ങുന്നത് എങ്ങനെയാണെന്നും ഒന്നും മനസ്സിലാവാത്ത ഈ നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനുള്ള തക്കതായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിന് മുന്നിലേക്ക് വരുന്ന ഓരോരോ അപകടത്തിനും അതിന് ഉത്തരവാദപ്പെട്ടവർ അതിന് മറുപടി പറയേണ്ടി വരും. കുന്നിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നതാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്ന ആവശ്യം. അതിനിടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ മണ്ണിടിച്ചിലിനൊപ്പം മരങ്ങളും കടപുഴകി റോഡിലേക്ക് പതിക്കുന്നതും വലിയ ഭീഷണിയാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.